എന്തൊക്കെയായിരുന്നു രഞ്ജിൻ ചേട്ടാ റിയാലിറ്റി ഷോയിൽ ഒരു പാട്ട് പാടുന്നതിന് മുന്നേ എടുക്കുന്ന പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? ആ, അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പോഴും ഞാൻ ആക്ച്വലി അവിടെ നിന്നപ്പോൾ എൻ്റെ കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ, ആ ഒരു പേടി നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും വരില്ല. നമുക്ക് പാടാൻ പറ്റുന്നതിൻ്റെ ഒരു 70-80% വരുന്നത്. പക്ഷെ ഏതോ ഒരു പോയിന്റ് അത് കട്ടായി കിട്ടിയാലല്ലേ പിന്നെ നമുക്ക് തകർത്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ആ ഒരു സമയമായിരുന്നു റിയാലിറ്റി ഷോൻ്റെ ഒരു തുടക്കം. ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് വരുന്ന റിയാലിറ്റി ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയമായിരുന്നു ഈ കുട്ടികളുടെ കോൺഫിഡൻസ് അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ഇവരെങ്ങനെ ഇത്ര കൂളായിട്ട് ഇതൊക്കെ പാടുന്നതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തൊട്ടുള്ള റിയാലിറ്റി ഷോകളും ഈ ചാനൽ ഷോസും ഇവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, പാട്ടിൻ്റെ രീതിയിൽ നിന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അവർ ടെൻസ്ഡ് ആണെന്നുള്ള കാര്യം. എനിവേ ഞാൻ സന്തോഷിക്കുന്നത് ഇവരുടെ കോൺഫിഡൻസിലാണ്. അവർ ഞങ്ങളുടെ സീസണിൽ ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻസ് അവർ അനുഭവിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. ഓക്കെ.